ഹായ് കീം ആസ്പിരൻസ്, നിങ്ങളെല്ലാവരും കീം എക്സാമിന് വേണ്ടി വളരെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുമ്പിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. അത് നിങ്ങൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കും എക്സാമിന്. അപ്പോൾ നമ്മുടെ ഈ കീം എക്സാം നമ്മൾ എങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം കൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റുക, അതെങ്ങനെ ആ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടാണ് കീം എക്സാം എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 180 മിനിറ്റാണ് ഉണ്ടാവുക, അതായത് 3 മണിക്കൂർ. ആ 3 മണിക്കൂറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ്റെ എണ്ണം എന്ന് പറയുന്നത് 150 എണ്ണമാണ്. അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് 1.2 മിനിറ്റാണ് ഒരു ക്വസ്റ്റ്യന് കിട്ടുക. 1.2 മിനിറ്റ് കേട്ടോ. അതായത് 1.2 മിനിറ്റ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 60 + 12 72 സെക്കൻഡ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഏകദേശം സമയം ഉണ്ടാകുന്നത്. അതൊരു എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. ഒരു മിനിറ്റ് എനിക്ക് ഒരു മിനിറ്റും 12 സെക്കൻഡും ഒന്ന് ആലോചിക്കണ്ട. ഒരു മിനിറ്റ് എൻ്റെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ. ആൻഡ് അവിടെ തന്നെ നിങ്ങൾക്കൊരു ബ്രേക്ക് ഡൗൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി 30 ക്വസ്റ്റ്യൻ, ഫിസിക്സ് 45, മാത്സ് 75, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൻ്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുക ടോട്ടൽ 150. അതായത് കെമിസ്ട്രിക്ക് നിങ്ങൾക്കൊരു 35 to 40 മിനിറ്റ് എടുക്കാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്ത് തീർത്തോളണം. ആൻഡ് ഫിസിക്സിനാണെങ്കിൽ നിങ്ങൾക്കൊരു 55 to 60 മിനിറ്റ് എടുക്കാം. ഓക്കെ. ആൻഡ് മാത്സിന് നിങ്ങൾക്കൊരു 80 to 85 മിനിറ്റ് എടുക്കാം. മാക്സിമം ടൈം ഒരിക്കലും എടുക്കരുത്. 40, 60, 150, 155, 155. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, അതായത് അതിൽ കുറഞ്ഞ രീതിയിൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ലത് 35 മിനിറ്റിൻ്റെ ഉള്ളിൽ 30 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. 55 മിനിറ്റിൻ്റെ ഉള്ളിൽ 45 ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. 80 മിനിറ്റിനുള്ളിൽ 75 മാത്സ് ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഏകദേശം ഒരു 10 മിനിറ്റ് ലാഭമായിരിക്കും. ഓക്കെ. ഇത് ടോട്ടൽ 35, 55 നിങ്ങൾക്ക് 90, 90, 80, 170 വരും. എന്നാലും ഒരു 10 മിനിറ്റ് ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ 10 മിനിറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു സമയമായിട്ടും കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു ടൈം ബൗണ്ട്. ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എടുക്കേണ്ട ഒരു ടൈം ബൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ മെഡിക്കൽ കീമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും മാത്രമേ ഉണ്ടാവും. 30 കെമിസ്ട്രി ക്വസ്റ്റ്യനും 45 ഫിസിക്സ് ക്വസ്റ്റ്യനും. അവിടെ നിങ്ങൾക്ക് പറ്റിയൊരു ടൈം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രിക്ക് നിങ്ങൾക്കൊരു 35 മിനിറ്റും ആൻഡ് ഫിസിക്സിന് നിങ്ങൾക്കൊരു 55 മിനിറ്റ്. ഇത് മാക്സിമം ടൈമാണ്. 35, 55 തന്നെ 90 ആയി. അവിടെ നിങ്ങൾ ഈ 40, 60 എന്ന് പറയുന്ന ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് പോകരുത്. 35 മിനിറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾ 40 ചോദ്യങ്ങൾ ചെയ്തിരിക്കണം. 55 മിനിറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾ 45 ചോദ്യങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആ ഒരു ടൈം ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 2 റൗണ്ട് അപ്രോച്ച്. എന്താ ഈ 2 റൗണ്ട് അപ്രോച്ച്? നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ചില ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഇത് ഞാൻ പഠിച്ച ടൈപ്പാണ്, ഇത് ഞാൻ ചെയ്ത മോഡലാണ്, എനിക്കിത് ഒരു 10-20 സെക്കൻഡിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ 20 എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് വെക്കേണ്ട. നിങ്ങൾ 45 സെക്കൻഡിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് ഒഴിവാക്കണം. അതായത് ആ ചോദ്യം ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങളത് ഒഴിവാക്കുക. ആൻഡ് അടുത്തത്, പിന്നെ നിങ്ങൾക്ക് ചെയ്യാം, അതായത് ഒരു മിനിറ്റിൻ്റെ താഴെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അത് നിങ്ങളൊന്ന് ഫ്ലാഗ് മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റാത്തതൊന്ന് ഫ്ലാഗ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമ്മുടെ അടുത്ത റൗണ്ടിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അറിയാകുന്ന ഒരു 45 സെക്കൻഡിനുള്ളിൽ അണ്ടറിൽ ചെയ്ത് തീർക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ആ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് സ്പീഡാണല്ലോ ഏറ്റവും പ്രധാനം. ഷോർട്ട് കട്ട് മെത്തേഡുകൾ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ചില ചാപ്റ്റേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ മാത്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ചിലതിലൊക്കെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുന്നുണ്ടാവും. പക്ഷേ അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് കൂടി ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച സമയത്ത് പഠിച്ചത് ആ ഷോർട്ട് കട്ട് മെത്തേഡ് ആണെങ്കിൽ അത് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യാം. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, നമ്മളൊരു ബോർഡ് എക്സാം ലെവലിലല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ ആൻസേഴ്സോ സ്റ്റെപ്പുകളോ നമുക്ക് ആവശ്യമില്ല. മൈൻഡ് കാൽക്കുലേഷന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് നിങ്ങൾ ഇങ്ങനത്തെ കോമ്പറ്റീറ്റീവ് എക്സാമിന്. അപ്പോൾ മൈൻഡ് കാൽക്കുലേഷൻ ആണ് പ്രധാനം. പിന്നെ നിങ്ങളുടെ സ്പീഡ്, ആ സ്പീഡിൽ നിങ്ങൾ ചെയ്തുകൊണ്ട് തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രശ്നം വരിക മാത്സ് തന്നെയായിരിക്കും. മാത്സിലാണ് നിങ്ങളുടെ ആ ഒരു സ്പീഡ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ശീലിച്ച ഒരുപാട് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ കീമിന് ഇപ്പോഴൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ പഠിക്കുന്ന സമയത്ത് തന്നെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ ചെയ്ത് ശീലിക്കണം. നിങ്ങളുടെ സാധാ നോർമലായുള്ള സ്ക്വയർ ചെയ്യുന്നതും ക്യൂബ് കാണുന്നതും അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാൽക്കുലേറ്റർ ഇല്ലാതെ മൈൻഡ് കാൽക്കുലേഷനിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അത് നിർബന്ധമായുള്ള കാര്യമാണ്. റെഡി. പിന്നെ 1 മിനിറ്റ് റൂള്. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് 72 സെക്കൻഡാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നിങ്ങളൊരു ചോദ്യം ചെയ്ത് 1 മിനിറ്റ് എത്തിയപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതിൻ്റെ ഒരു ഹിൻഡ് പോലും ആ ക്വസ്റ്റ്യനിൽ കാണുന്നില്ല എങ്കിൽ
പിന്നെ ആ ക്വസ്റ്റ്യനിലെ നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കരുത്. ആ 1 മിനിറ്റ് നിങ്ങൾ ചെന്ന് നിങ്ങളൊരു 5 മിനിറ്റിലൊക്കെയാണ് എത്തി നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈമാണ് ആ ഒരൊറ്റ ചോദ്യം എടുക്കുക. അങ്ങനത്തെ ചോദ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുകയും ചെയ്യും. ആൻഡ് വേറെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ ആ ഒരു ടൈമില്ലേ അത് ആ ചോദ്യം എടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ 1 മിനിറ്റിൽ കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഒരു 10 സെക്കൻഡും എടുത്ത്, അതായത് നമ്മുടെ അവൈലബിൾ ആയുള്ള 72 സെക്കൻഡ്സ് നമ്മൾ എടുത്തിട്ടും നമുക്ക് ആ ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരുപാട് അതിലേക്ക്, എന്നിട്ടും നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡ് കൂടിയൊക്കെ എടുത്തിട്ട് ആ ഉത്തരം കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. അല്ലാതെ ഇനിയും ഞാൻ കുറച്ചുകൂടി മെനക്കെട്ടാലേ ഇതിൻ്റെ ഉത്തരം കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ചോദ്യത്തിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ഒഴിവാക്കി വിടാം. പിന്നെ നെഗറ്റീവ് മാർക്ക് കഴിയുന്നതും നിങ്ങൾ ഒഴിവാക്കണം. ഈ കേസാണ് ഞാൻ പറഞ്ഞ, ഈ കേസാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യമാണെങ്കിൽ ഒരിക്കലും ചാടി കയറി നിങ്ങൾ കറക്കി കുത്താൻ നിൽക്കരുത്. നെഗറ്റീവ് മാർക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് നിങ്ങളുടെ റാങ്ക് നിങ്ങൾ എത്രത്തോളം മുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്സാണ്. നിങ്ങൾ എങ്ങനെയാണോ ആൻസർ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെഗറ്റീവ് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക. അതിനറിയാത്തത് 100% ഉറപ്പില്ലാത്തത് ടിക്ക് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത്, ഇതൊക്കെ പെർഫെക്റ്റ് ആകണമെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളിത് അവിടെ അപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടും ഒരു കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതണം. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റുന്നുണ്ടോ അത്ര എഴുതണം. അതായത് 180 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക്, അതായത് കംപ്ലീറ്റ്ലി സെറ്റായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടാവും ഓരോ വർഷത്തെയും നടത്തിയിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉള്ളതുണ്ടാവും. നിങ്ങൾ ആ ചോദ്യ പേപ്പറുകളൊക്കെ 180 മിനിറ്റിനുള്ളിൽ ചെയ്തു നോക്കുക. ആദ്യത്തെ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ 100 ചോദ്യമേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അടുത്ത പേപ്പർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 120 ചോദ്യം ചെയ്യാൻ പറ്റിയേക്കാം. അടുത്തത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 140 പറ്റിയേക്കാം. അടുത്തത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 150 പറ്റിയേക്കാം. ഒരു 160-170 ചോദ്യമൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ പെർഫെക്റ്റാണ്. ആൻഡ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, കറക്റ്റായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഇതൊരു 160-170 ക്വസ്റ്റ്യനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരിക മോക്ക് ടെസ്റ്റിലൂടെ മാത്രമാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും, 3 സബ്ജക്റ്റും കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. സോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ആ ടൈം മാനേജ്മെൻറ്റ് പെർഫെക്റ്റ് ആകുകയുള്ളൂ. പിന്നെ സബ്ജക്റ്റ് വൈസ് സ്പ്രിൻറ്റ്, അതെന്താ, അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു ടൈം ലിമിറ്റ് ഇല്ലേ, നിങ്ങൾ ഇപ്പോൾ 2023 നിങ്ങൾ കെമിസ്ട്രി പേപ്പറാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചു. ആ കെമിസ്ട്രി പേപ്പറിലെ 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു 30 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ടൈം ലിമിറ്റ് 35 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ 30 ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും സബ്ജക്റ്റ് വൈസ് സ്പ്രിൻറ്റ്, അതായത് സബ്ജക്റ്റ് വൈസ് നിങ്ങൾ ആ ടൈം ലിമിറ്റിന് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഒരു പ്രാക്ടീസ് മെത്തേഡ് തന്നെയായിരിക്കും. സബ്ജക്റ്റ് വൈസും ചെയ്യുക, അതേപോലെ മൊത്തമായിട്ടുള്ളതും ചെയ്യുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റൂ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം മൈൻഡ് കാൽക്കുലേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴേ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ത്രൂ ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.